വീഡിയോസ് ഇടാൻ തുടങ്ങിയ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് ഇന്നിടാൻ പോകുന്ന വീഡിയോനെ കുറിച്ചായിരിക്കും കേട്ടോ. ചില സമയത്ത് വീഡിയോ സെറ്റാണ് എങ്കിലും ചില സമയത്ത് വരുന്ന കമൻറ്റുകൾ ഇങ്ങനെ മനസ്സിൽ തട്ടിയിട്ട് അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ പറയണമെന്ന് ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. +2 കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് സ്ഥിരമായിട്ടൊരു നിൽക്കൽ വീട്ടിലുണ്ടായിട്ടില്ല കേട്ടോ. അന്ന് മുതൽ അങ്ങോട്ട് പലതരം മനുഷ്യന്മാരെ കാണാൻ തുടങ്ങിയതാണ്. ഒരുപാട് പാഠങ്ങളും ജീവിതത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ടും മറ്റുള്ളവരുടെ ആയിട്ടൊക്കെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ആര് പറഞ്ഞാലും ഞാനത് കേട്ടിരിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ അനുഭവിക്കാത്ത ഒരുപാട് പാഠങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു തന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റി ആയിട്ടുള്ള ഏത് വീഡിയോസ് ഇട്ടാലും എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്തേ ഇത്ര സങ്കടം, എന്തേ ഇത്ര ഒറ്റപ്പെടൽ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. സങ്കടങ്ങളില്ലാതെ ആരും ഈ ഭൂമിയിലുണ്ടെന്ന് തോന്നണില്ല. കാരണം ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും പോരായ്മകളുണ്ട്. പോരായ്മകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിനും പോരായ്മയുണ്ട്. ആ പോരായ്മയെയാണ് നമ്മുടെ സങ്കടങ്ങൾ എന്ന പേരിൽ പറയുന്നതും. പിന്നെ ഒറ്റപ്പെടൽ. നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ വരും. എല്ലാ പ്രശ്നങ്ങളിലൊന്നും നമുക്ക് കൂടെ ആളുണ്ടാവണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കേണ്ടി വരാറുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം കേട്ടോ. 10 വർഷം മുന്നേ ഞാനൊരാളെ നന്നായി മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിച്ചത്. വളരെ നന്നായി അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ ആളെക്കുറിച്ച് വിചാരിച്ചത് അവരുടെയൊക്കെ ലൈഫ് എന്ത് നല്ലതാണ്, അവരൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാ എന്നാണ് നമ്മൾ പലരും ചിന്തിക്കാറുള്ള ഒരു ചിന്തയാണത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളൊരു രാത്രി ഒരുമിച്ച് നിന്നു. അന്ന് അയാൾ നേരം വെളുക്കോളം ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ആരുടെയും ജീവിതം എന്ന്. പുറമേ നിന്ന് ആർക്കും കാണാനും കേൾക്കാനും ഒന്നും പറ്റാത്ത, ഇനി പറഞ്ഞാൽ തന്നെ ആർക്കും മനസ്സിലാക്കാൻ പോലും ചിലപ്പോൾ പറ്റണമെന്നില്ല മറ്റൊരാളുടെ സങ്കടത്തെ എന്നുള്ളത്. അത്രയ്ക്ക് കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഞാൻ കാണുന്ന അവരുടെ ജീവിതവും അവർ പറഞ്ഞ സങ്കടങ്ങളും തമ്മിലങ്ങോട്ട് മാച്ചാവാത്തത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഞാൻ നന്നായി വാച്ച് ചെയ്തു അവരെ. എത്ര സൗഭാഗ്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട നമ്മുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായാലും നമ്മൾ ഒട്ടും പെർഫെക്റ്റ് അല്ല എങ്കിലും നമ്മൾ അവിടെ അസ്വസ്ഥമാകും എന്നുള്ളതാണ്. അതാണ് ആ പുള്ളിക്കാരത്തേക്ക് പറ്റിയത് കേട്ടോ. മറ്റുള്ളവരുടെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിട്ടും അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയല്ലേ. കോടിക്കണക്കിന് മനുഷ്യന്മാരെടുത്താലും അവരുടെ കൈവിരലിലെ അടയാളവും കണ്ണിലെ കൃഷ്ണമണിയും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേട്ടോ. ഒരാൾക്കുള്ള പോലെ മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ അയാളുടെ സാഹചര്യവും മാനസികാവസ്ഥയോ ഒന്നും ആയിരിക്കില്ല മറ്റൊരാളുടേത് എന്ന വ്യത്യാസം ഉണ്ടാവും.